ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും നല്ല സൺഡേ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റോസ്മേരി പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 3-4 തണ്ട് കണ്ടിച്ചെടുത്ത് ഇന്ന് അതിൻ്റെ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ നമ്മുടെ റോസ്ബെറി പ്ലാന്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മൂത്ത തണ്ട് മുറിച്ചെടുക്കാം. ഞാൻ 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ബോയിൽ കൂട്ടറാണ്ടേ, അതിൻ്റെ കൂടെ എല്ലാം ഓടി നടന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കണം, എന്നെ നോക്കി ഇരിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡ്, നമ്മുടെ ബീൻസോ അല്ലെങ്കിൽ ക്യാബേജിൻ്റെ തൊലി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം പുള്ളിക്ക് അത് കിട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നോക്കി. ഇനി ഒരെണ്ണത്തിനെ കൂടെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൊയിലിൻ്റെ വീഡിയോ അത് ഇതിൽ കൂടെ ഓടി നടക്കുമ്പം എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ടേ, ഞാൻ നമ്മുടെ ചെറിയ ചെടി ആയതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ 4 ഇച്ചിരി നല്ല മൂത്ത തണ്ട് മാത്രമേ കണ്ടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അതിനകത്തോട്ട് അങ്ങ് ഇടാം കേട്ടോ. ഇത് കുറച്ച് നേരം മുന്നേ വെച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് അത് ഓൾറെഡി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു 20 മിനിറ്റോളം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ നീര് മുഴുവൻ ഇറങ്ങണം കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പച്ച തണ്ടായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഇപ്പം നമുക്ക് മറ്റ് ഷോപ്പുകളിൽ, ടെസ്കോ പോലുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ തണ്ടുകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പം ഞാൻ ചെടിയിൽ നിന്ന് ഡയറക്റ്റ് കണ്ടിച്ചെടുത്തതായതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ. ഇത് പച്ച ആയതുകൊണ്ട് ഇറങ്ങി വരാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉലുവ ഇതുണ്ടോ, ഒരു സ്പൂൺ ഉലുവ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്, ഉലുവ വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ഡയറക്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ ഈ സംഭവം ഒന്ന് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വെള്ളമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടി കേട്ടോ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ റോസ്മേരിയുടെ ഗുണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇതുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്കൊക്കെ തലമുടിയുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല പ്രയോജനമാണ്. മുടി വളരാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് മുടി വളരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് നമുക്കൊരു 6 മാസമൊക്കെ ഉപയോഗിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കുഞ്ഞു മുടികളൊക്കെ തളർത്ത് വരുള്ളൂ. പിന്നെ താരനൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കാൽപ്പും കാര്യങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും പ്രയോജനകരമാണ് കേട്ടോ ഈ വെള്ളം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെച്ച് ഒരു 2-3-5 പ്രാവശ്യം അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കുപ്പിയിലാണ് ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. ഇത് മെയിനായിട്ട് ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉണങ്ങിയ തണ്ടുകളാണ് കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ റെയറായിട്ട് മാത്രം നമുക്കിത് ശരിക്കും ഇതിൻ്റെ ചെടി നമുക്ക് ഷോപ്പുകളിൽ ചില സമയത്ത് ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമൊക്കെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങളത് മേടിച്ച് വെക്കും കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ കളർ ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫലം കിട്ടും എന്ന് വിചാരിച്ച് ആരും ചെയ്യരുത് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ ആഴ്ചയിലും ഉപയോഗിക്കാറുമില്ല, കാരണം നമുക്ക് അറിയാമല്ലോ, സമയം കിട്ടുന്ന പോലെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓയില്, പിന്നെ ഇതിൻ്റെ സ്പ്രേ ഒക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം
ഇവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് തന്നെ ഇതിൻ്റെ ഓയിൽ, ഈ റോസ്മേരിയുടെ ഓയിൽ മേടിച്ചു കേട്ടോ. അപ്പോൾ അതാണേലും ഇതിന് പകരം അതാണേലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ സമയം എടുക്കും എല്ലാത്തിനും കേട്ടോ. പിന്നെ ചിലവർക്ക് അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കുണ്ടല്ലോ ഇത് കുറച്ച് നേരത്തേക്ക് അങ്ങ് മൂടി വെച്ചേക്കാം. ഇതിൻ്റെ നീരൊക്കെ അങ്ങ് നന്നായിട്ട് ഇറങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിൻ്റെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടെ വെക്കണം കേട്ടോ. കാരണം എത്രത്തോളം അതിൻ്റെ നീര് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും, മാക്സിമം ഇറങ്ങുന്നിടം വരെ കുറച്ച് നേരം കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 10-20 മിനിറ്റ് മുന്നേ ഇത് നന്നായിട്ട് തിളച്ചു. അപ്പം ഞാൻ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഓഫാക്കി വെച്ചു കേട്ടോ. പിന്നെ വീട്ടിലെ കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് നേരം അതിൻ്റെ പുറകെ പോയി കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു 10-25 മിനിറ്റ് ഓഫാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് അതിൻ്റെ നീരും കാര്യങ്ങളും കളറും ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അന്നേരം ആയിരിക്കും അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി അതിൻ്റെ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഫാക്കി ഉടനെ തന്നെ എടുക്കാതിരിക്കുന്നതായിരിക്കും ഭേദം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബോട്ടിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെയാണ് അരിച്ച് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. ഇതിങ്ങനെ അങ്ങ് അടച്ചു വെക്കും കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഇത് ഒത്തിരി ദിവസത്തേക്ക് ഞാൻ ഇതിനകത്ത് ഒത്തിരി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഒത്തിരി ദിവസത്തേക്ക് ഇത് പോയില്ല. 2 പ്രാവശ്യം മറ്റേ മാക്സിമം ഇത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇതുണ്ടോ ഇങ്ങനെ അങ്ങ് അരിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളതും നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതുണ്ടോ അതിൻ്റെ ഇലയിൽ അതിൻ്റെ ഈ ബ്രാഞ്ചിൽ നിന്ന് ഇലകളെല്ലാം വിട്ടുപോയി കേട്ടോ. നന്നായിട്ടത് വെള്ളവുമായിട്ട് അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് കൈ വെച്ച് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഈ മൊബൈൽ ഒരു കൈ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ രണ്ട് സംഭവങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം ഞാൻ വെള്ളം ചോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അത് നമുക്ക് കളഞ്ഞേക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വെള്ളം കേട്ടോ. ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. തേച്ച് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സാധാരണ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഈ വെള്ളത്തിൽ നല്ല മണവും ഈ റോസ്മേരിയുടെ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഉലുവ ഇട്ടതിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാണ് റോസ്മേരി വാട്ടർ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ചെടി മേടിക്കാൻ കിട്ടുന്ന ഒരു ചെടി മേടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇതുണ്ട് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.